ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവതു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ ചൊവ്വാഴ്ച ദിവസമാണ്. അതായത് 2024 നവംബർ മാസം 19-ാം തീയതി ചൊവ്വാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. നവഗ്രഹങ്ങൾ നൽകുന്ന അനുഭവമാണ് നക്ഷത്രഫലം എന്നുള്ളത് പ്രിയപ്പെട്ടവർക്ക് അറിയാമല്ലോ. നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. ആദ്യമായിട്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വയുടെ ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. ഈ ചൊവ്വ നീചനായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് മേടക്കൂറുകാർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നു. അവർക്ക് തൊഴിൽപരമായുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും പ്രതിസന്ധി അവരുടെ ജീവിതത്തിലുള്ള ഒരു സമയത്തു കൂടിയാണ് ഇപ്പോൾ മേടക്കൂറുകാർ കടന്നു പോകുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാമെങ്കിലും അതുപോലെ തന്നെ നാളത്തെ ദിവസം സുഹൃത്തുക്കൾ സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാമെങ്കിലും സുഖസ്വസ്ഥത ഏകനന്മ അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സമയമല്ല. പലർക്കും തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു സമയം കൂടിയാണ്. തൊഴിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ച് അത്ര വലിയ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമല്ല എന്നുള്ളത്. മേടക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി നോക്കിയാൽ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ 4-ൽ നിൽക്കുന്നു. അത് ചൊവ്വ 4-ൽ നിൽക്കുന്നത് നല്ലതല്ല. 2-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. പക്ഷേ ആ വ്യാഴം ഭാഗ്യാധിപനും 12-ാം ഭാവത്തിൻ്റെ അധിപനുമാണ്. ജനിച്ച സമയത്ത് ഭാഗ്യാധിപനായിട്ട് ബലമുള്ളൊരു ഗ്രഹമാണ് വ്യാഴമെങ്കിൽ അവർക്ക് അതിൻ്റേതായ നേട്ടമുണ്ടാകും. അല്ലാത്ത പക്ഷം 12-ാം ഭാവത്തിൻ്റെ അധിപനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ 12 നിൽക്കുന്ന രാഹുവിനെ പോലെ ഈ വ്യാഴവും അവർക്ക് ദോഷം ചെയ്യും. വലിയ മേൽഗതിയൊന്നും ഉണ്ടാകുന്ന ഒരു സമയമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തരുടെ അനുഭവങ്ങൾ. ചിലർക്ക് മേടക്കൂറുകാർക്ക് നല്ല സമയമാണ്. ധനപരമായ നേട്ടവും കുടുംബസുഖവും അങ്ങനെ ധനം വന്നു ചേരുന്നൊരു സമയമാണ്. ചിലർക്കൊന്നും നേടാൻ പറ്റാത്ത ഒരു ഇഴഞ്ഞു പോകുന്ന സാഹചര്യങ്ങളിൽ കൂടിയാണ് ഇവർ പോകുന്നത്. അതൊക്കെ ഈ രാഹുവും വ്യാഴവും അവരെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അവർക്ക് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ചൊവ്വ നീചനായിട്ട് നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ കാര്യമായി ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിന്നെ അവർക്ക് സൂര്യൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബുദ്ധിപരമായുള്ള പരാജയങ്ങളൊക്കെ സംഭവിക്കാം. മറ്റു ചിലരോടൊക്കെ ദേഷ്യത്തിൽ സംസാരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അവർക്ക് അനുകൂലമായ അനുഭവങ്ങളെ കൊടുക്കേണ്ടതാണ്. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലായവരുടെ സഹായ സഹകരണങ്ങളും നല്ല ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെട്ട സാഹചര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. പക്ഷെങ്കിൽ അതൊന്നും ലഭിക്കാതെ പോകും. ദാമ്പത്യ ജീവിത സുഖക്കുറവ് അവർക്കുണ്ടാകും. പക്ഷെങ്കിൽ കുടുംബസുഖവും ധനപരമായ നേട്ടവും ചെറിയ രീതിയിലൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. തൊഴിൽപരമായിട്ട് അവർക്ക് വലിയ ദോഷമൊന്നും ഉള്ള സമയമല്ല. തൊഴിൽ പുരോഗതിയുണ്ട്. ഒരു ജോലി മുടങ്ങിയാലും അല്ലെങ്കിൽ ഒരു ജോലിയിൽ മുടക്കം വന്നാലും മറ്റൊരു ജോലി ചെയ്ത് അവരങ്ങനെ പോകുന്ന ഒരു സമയം കൂടിയാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച്. ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് അതിയായി വിശ്വസിക്കുന്ന തിക്താനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസവുമാണെന്നുള്ളതും ഞാൻ മുന്നറിയിപ്പായിട്ട് പറഞ്ഞു തരികയാണ്. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകീരൻ 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. വലിയ മെച്ചപ്പെട്ടതൊന്നും പ്രതീക്ഷിക്കാൻ വകയില്ല. ഉള്ള സാഹചര്യമുണ്ട്. കാരണം അവരുടെ ജന്മത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ചന്ദ്രൻ്റെ 2-ാം ഭാവത്തിൽ പഞ്ചഗ്രഹത്തിൽപ്പെട്ട കുജൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ രാജയോഗമല്ല. പക്ഷേങ്കിൽ ഈ ചന്ദ്രൻ വലിയ ബലമില്ലാത്തൊരു സാഹചര്യത്തിലാണ് കുജനും നീചനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് രാജയോഗമൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ പോലും സാമാന്യ വിധത്തിൽ നല്ല ഒരു അനുഭവത്തിൽ കൂടി ചൊവ്വാഴ്ച ദിവസം അവരുടെ വീട്, വസ്തു, വാഹനം, കുടുംബം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വ്യക്തിപരമായ ജീവിതത്തിലും സുഖം, സ്വസ്ഥത, ദേഹനന്മയിലും ഒക്കെ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ അല്പം പോരായ്മകൾ ഉണ്ടായാൽ പോലും ബാക്കിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. 7-ൽ ശുക്രൻ നിൽക്കുന്നത് കൊണ്ട് ചിലർ വളരെ സ്നേഹത്തിലൊക്കെ ഇടപെട്ട് പിന്നെ അത് കലഹത്തിലൊക്കെ അവസാനിക്കുന്നൊരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് തൊഴിൽപരമായുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. ചന്ദ്രൻ 12-ൽ നിൽക്കുന്നു. മാനസികവും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, ചിലപ്പം തൊഴിലിന് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇവരുടെ കാര്യവിജയം 5-ാം ഭാവത്തിൻ്റെ അധിപൻ ചൊവ്വ നീചനായിട്ട് നിൽക്കുന്നു. മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളോ മക്കൾക്ക് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാനോ പറ്റുന്നില്ല. പല കാര്യങ്ങളും ആലോചിച്ച് ഇങ്ങനെ ഒരു കാര്യവിജയം ഉണ്ടാകാതെ തലപുണ്ണായി ഇങ്ങനെ കടന്നു പോകുന്ന ഒരു സമയമാണ്. ഒരു നേട്ടം, ഒരു കാര്യത്തിൽ ഒരു വിജയം കൈവരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല. മക്കളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാനോ വിഷമിക്കാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് 12-ൽ നിൽക്കുന്ന ചൊവ്വ
അവർക്ക് നേത്രരോഗം അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അവർക്ക് കൊടുക്കും. സൽചിന്താഗതി അവർക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അന്ന് ചൊവ്വാഴ്ച ദിവസം അവർക്ക് ദേഷ്യം വന്നു ചേർന്ന് പല തെറ്റായ ചിന്താഗതികൾ അവരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വിദേശത്തെ വാസത്തെക്കുറിച്ച് ചിന്തിക്കും. ചിലർക്കൊക്കെ മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പക്ഷേ എങ്കിലും അവരുടെ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് അവർക്ക് പ്രതികൂലങ്ങളൊക്കെ വന്നാലും അതിനെ അതിജീവിക്കാനുള്ള ഒരു ശേഷി അവർക്ക് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നൊരു സമയമാണ്. മക്കളെ കൊണ്ടുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളും അവർക്ക് പ്രതീക്ഷിക്കാം. ചിലർക്ക് മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ശത്രുത വന്നു ചേരാം. അതുപോലെ തന്നെ അവർക്കവിടെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. പക്ഷെങ്കിൽ തൊഴിൽ ആ കാര്യത്തിൽ അവർക്ക് മെച്ചപ്പെട്ട ഫലം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 12-ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ ബലമുള്ളൊരു ചൊവ്വയായിരുന്നെങ്കിൽ അവർക്ക് ഭൂമി വിറ്റ് കാശുണ്ടാക്കാൻ പറ്റുന്നൊരു സമയമായിരുന്നു. ബലവാനായൊരു ചൊവ്വയായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ ലാഭം കിട്ടുന്നൊരു സമയമായിരുന്നു. പക്ഷേങ്കിൽ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഭൂമി സംബന്ധിച്ചുള്ള ഒരു നേട്ടങ്ങളോ സഹോദരങ്ങളെ കൊണ്ടുള്ളൊരു നേട്ടങ്ങളോ ഒന്നും അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സമയമല്ല, അല്ലെങ്കിൽ ഒരു ദിവസമല്ല ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. മറ്റു കാര്യങ്ങളിലൊക്കെ സാമാന്യ വിധത്തിലുള്ള ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോകാം. എങ്കിൽ പോലും വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സമയമല്ല, ഒരു ദിവസമല്ല ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള അവരുടെ സ്ഥിതിയൊന്നും വലിയ മെച്ചമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ചൊവ്വാഴ്ച ദിവസം തൊഴിൽപരമായുള്ള പുരോഗതിയൊന്നും കാര്യമായി സ്വാധീനിക്കുന്നൊരു ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും വലിയ കാര്യമായിട്ട് വന്നു ചേരുന്നില്ല. അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നു. അതിൽ തന്നെ അവരുടെ കുടുംബഭാവത്തിൻ്റെ ധനഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ട് നിൽക്കുന്നു. പിന്നെ ഇവർക്ക് നേട്ടം വന്നു ചേരുന്നത് ഇവരുടെ 3-ാം ഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ ഇവർക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ഗ്രഹമായ വ്യാഴവും ഇവരുടെ 6-ാം ഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ വ്യാഴവും ശുക്രനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നത് കൊണ്ട് അതിൻ്റേതായ ചില നേട്ടങ്ങൾ, സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ള നേട്ടങ്ങൾ അവർക്കൊരു ആശ്വാസമായി നിൽക്കുന്നൊരു ദിവസമാണ്. അതല്ലാതെ മറ്റു കാര്യങ്ങളിലൊക്കെ തടസ്സവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അവർക്കുണ്ടാകും എന്നുള്ളതും കാര്യപരാജയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണെങ്കിൽ ഇപ്പോൾ ഈ 2 ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു ജീവിത പുരോഗതി അല്ലെങ്കിൽ ഒരു സന്തോഷമൊക്കെ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാലാനിരം, കേട്ട നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ നീചനായിട്ട് നിൽക്കുന്നു. എങ്കിൽ പോലും അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ പ്രതീക്ഷിക്കാം. അങ്ങനൊരു സാഹചര്യമുണ്ട്. പക്ഷെങ്കിൽ അവരുടെ ജന്മത്തിൽ ഈ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് ശത്രുതയൊക്കെ വന്നു ചേരാനും കുടുംബത്തിലുള്ളവർ പരസ്പരം കലഹിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. നീചമായ ചിന്താഗതികൾ വന്നു ചേരാനുണ്ട്. നീച ബന്ധത്തിലാകപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായൊരു ദിവസമല്ല ചൊവ്വാഴ്ച ദിവസം എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചെറിയ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ട്. കുടുംബസുഖം അല്ലെങ്കിൽ തൊഴിൽപരമായുള്ള നേട്ടം, സ്ഥിര ജോലിയുള്ളവർക്കാണെങ്കിൽ തൊഴിൽപരമായുള്ള നേട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് മറ്റു രീതിയിൽ ടെൻഷനും പ്രയാസവും പ്രശ്നങ്ങളും ഭാഗ്യക്കേടുകളും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പോകാത്തൊരു സാഹചര്യം, വീട്, വസ്തു, വാഹനം, ഭൂമി അനുസരിച്ചുള്ള കാര്യങ്ങളൊരു നേട്ടമില്ലായ്മ, അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം അവർക്ക് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിലാണ്. 12-ാം ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നല്ല അനുഭവം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ അവർക്ക് ചന്ദ്രൻ 7-ൽ ബലവാനായിട്ടാണോ അല്ല, അല്പം ബലക്കുറവിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. പക്ഷേ ആ ചന്ദ്രനെ ശുക്രൻ ദൃഷ്ടി ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചന്ദ്രനും ശുക്രനും പരസ്പരമുള്ള ദൃഷ്ടി, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദൃഷ്ടി ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവുണ്ടാക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതൊരു ചെറിയൊരു പോരായ്മയാണ്. ഈ ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനെ മറ്റൊരു ഗ്രഹം ശത്രുവായിട്ട് കാണുമ്പോൾ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് മുഖേന ധനനഷ്ടവും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്നാൽ ഈ ശുക്രനെ സംബന്ധിച്ച് ശുക്രൻ ജന്മത്തിൽ നിൽക്കുമ്പോൾ നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസം അവർക്ക് അതിൻ്റേതായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പക്ഷേ ചൊവ്വാഴ്ച ദിവസം, നാളത്തെ ദിവസം വലിയ നേട്ടങ്ങളൊന്നും ധനുക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. രോഗദുഃഖ ദുരിത പ്രയാസങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ അലട്ടുവാൻ സാധ്യതയുണ്ട്. മാനസികമായും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അത് മുഖേന ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. ഇനി ഇതൊന്നും വന്നു ചേർന്നില്ല എങ്കിൽ അത് ദശാകാലത്തിൻ്റെ നേട്ടമാണെന്നുള്ളതും ഈശ്വരാനുഗ്രഹമാണെന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചൊവ്വ 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ
ഇവർക്ക് വലിയ നേട്ടത്തെ ഒന്നും കൊടുക്കുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇവരുടെ 4-ാം ഭാവത്തിൻ്റെ അധിപനും 11-ാം ഭാവത്തിൻ്റെ അധിപനുമാണ്. അപ്പോൾ നീചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ആ ചൊവ്വയുടെ ക്ഷേത്രമായ മേടൻ രാശിയിൽ ഒരു ഗ്രഹവും നിൽക്കുന്നില്ല. എന്നാൽ 11-ാം ഭാവമായ വൃശ്ചികൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ ആ സൂര്യൻ 11-ൽ നിൽക്കുന്നത് കൊണ്ട് തൊഴിൽപരമായുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുമെങ്കിലും ദാമ്പത്യ ജീവിത സുഖക്കുറവ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവും വഴക്ക് പിടിക്കുക എന്നുള്ളതല്ല, രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടമോ അല്ലെങ്കിൽ ഭൂമി സംബന്ധിച്ചുള്ള നേട്ടമോ ഒന്നും കാര്യമായില്ലെങ്കിൽ തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറുകാർക്കും തൊഴിൽപരമായി നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അവരുടെ 10-ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. അപ്പോൾ 10-ൽ നിൽക്കുന്ന സൂര്യൻ അവർക്ക് നല്ല അനുഭവങ്ങളെ കൊടുക്കുന്നൊരു ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് 4-ാം ഭാവത്തിൽ ബലവാനായിട്ട് വ്യാഴം നിൽക്കുന്നത് കൊണ്ട് അവർക്ക് നേട്ടമുള്ളൊരു സമയമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് അനുകൂലമായ സമയമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി കാല ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് ചൊവ്വാഴ്ച ദിവസം ചൊവ്വ 5-ലാണ് നിൽക്കുന്നത്. 5-ൽ ചൊവ്വ നിന്നാൽ പുത്രദുഃഖം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേ ബലമില്ലാത്തൊരു ചൊവ്വയായതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരത്തില്ല. 4-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. 4-ൽ ചന്ദ്രൻ നിന്നാൽ മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ വന്നു ചേരുമെന്നാണ് പറയുന്നത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നതിനെ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ വന്നു ചേരുമെന്നാണ് പറയുന്നത്. പക്ഷെങ്കിൽ ഇവിടെ ചന്ദ്രന് ബലമില്ലല്ലോ. അപ്പോൾ ചന്ദ്രൻ പൂർണ്ണ ബലവാനായെങ്കിൽ മാത്രമേ ഇപ്രകാരമുള്ള നേട്ടങ്ങൾ വന്നു ചേരത്തുള്ളൂ. അപ്പോൾ ചൊവ്വയ്ക്ക് ഒട്ടും തന്നെ ബലമില്ല, ചന്ദ്രന് ഏറെക്കുറെ അല്പം ബലമുണ്ട്. അതുകൊണ്ട് സാമാന്യ ജീവിതാനുഭവം ഈ മീനക്കൂറുകാർക്ക് ചൊവ്വാഴ്ച ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകുന്ന ദിവസമല്ല. അപ്പോൾ അങ്ങനെ അവർക്ക് 9-ൽ സൂര്യൻ നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണല്ലോ. അപ്പോൾ 9-ൽ സൂര്യൻ നിന്നാൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഒരു പരിധി വരെ വന്നു ചേരും. പക്ഷെങ്കിൽ പിതാവുമായിട്ട് ശത്രുതയ്ക്കും സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസ തൊഴിലിടങ്ങളിലോ മേലധികാരികൾ മുഖേനയൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവമാണ്. എന്നാൽ 10-ൽ ശുക്രൻ നിൽക്കുന്നു. അത് തൊഴിൽപരമായുള്ള നേട്ടത്തിന് സാധ്യത ഒരുക്കുന്നതാണെങ്കിൽ പോലും അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ തൊഴിലിടങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചൊവ്വാഴ്ച ദിവസം സംസാരിക്കുവാനും ഇടപെടുവാനും ഒക്കെ. ഒരു ശത്രുത വന്നു ചേർന്ന് ചാടിക്കേറി എന്തെങ്കിലും ഒരു വാക്ക് വായിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് തൊഴിലിനെ ബാധിക്കും, പ്രതിസന്ധികളുണ്ടാകും. പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം ചൊവ്വാഴ്ച ദിവസം ഈ നാളുകാർ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കേണ്ടത്. അല്ലാത്ത പക്ഷം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടായില്ല എങ്കിൽ പോലും തൊഴിൽപരമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയമാണ്. പക്ഷെങ്കിൽ അവിടെ ശത്രുതയോ അഭിപ്രായ വ്യത്യാസത്തിനോ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ചൊവ്വാഴ്ച ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാൽ പോലും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കിതിനെ എല്ലാം അതിജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് മഹാദേവനോട് പ്രാർത്ഥിക്കുന്നത്. മഹാദേവൻ പ്രതിസന്ധിയിൽ അകപ്പെടുന്നവരെയും മഹാദേവൻ കരുതണം, അവരെയൊക്കെ മഹാദേവൻ സംരക്ഷിക്കണം. അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും മഹാദേവൻ ചെയ്തു കൊടുക്കണം. അവർ അധപ്പതിച്ച് പോകരുത്, അല്ലെങ്കിൽ പ്രതിസന്ധിയിലകപ്പെട്ട് പ്രശ്നത്തിലകപ്പെട്ട് അവരുടെ ജീവിതം ദുരിതപൂർണ്ണമായി തീരരുത്. അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നവഗ്രഹങ്ങൾ നമുക്ക് ദോഷം ചെയ്താൽ പോലും ഈശ്വരൻ്റെ കൃപ കൊണ്ട്, മഹാദേവൻ്റെ കൃപ കൊണ്ട് നമുക്ക് അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയണം എന്നതിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.